Hi dear students, welcome back to our online class. So we are discussing Python formatted printing. അല്ലേ നമ്മൾ കഴിഞ്ഞ ഒരു ലെക്ചറിൽ പറഞ്ഞ കാര്യം ഫോർമാറ്റഡ് പ്രിന്റിങ്ങിനെ കുറിച്ചാണ്. നമുക്ക് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ടൈപ്പ് ഏത് യെസ് ഡോട്ട് ഫോർമാറ്റ് എന്നുള്ള ആ ഒരു ടൈപ്പ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, so here you can see നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡോട്ട് ഫോർമാറ്റ് ഓപ്പറേറ്റർ ടൈപ്പ് ആണ്. നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്നത് ഈ എന്ത് സൈനാണ്, നമ്മുടെ മോഡുലോ സൈനാണ്. ഓക്കെ, അതിനേക്കാൾ ഒന്നും കൂടെ മെച്ചപ്പെട്ടതും അല്ലെങ്കിൽ എന്താണ് പുതിയതും കൂടുതൽ നമുക്ക് എന്താ ഫോർമാറ്റിംഗ് സാധ്യമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഡോട്ട് ഫോർമാറ്റ് ഓപ്പറേറ്റർ മെത്തേഡ്. അപ്പം അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രോഗ്രാമിൽ വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഓക്കെ, ഇതൊരു ചെറിയ ക്ലാസ് ആണ്. സോ അതിനായിട്ടൂടെ എക്സാമ്പിൾ കൊടുത്തത് നോക്കുക നിങ്ങൾ. പ്രിന്റ്, ഓക്കെ, ഇത്രയും നോക്കുക. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? യെസ്, പ്രിന്റ് വി ബോട്ട് അല്ലെ. പ്രിന്റ് നമ്മളത് പ്രിന്റ് ചെയ്യാനുള്ള സിൻടാക്സ് ആണ്. പ്രിന്റ് എന്തെന്ന് ഒരു പാരാന്തസിസ് അല്ലേ, അതിനുള്ളിലാണ് നമ്മൾ പ്രിന്റിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എഴുതാറ്. എന്താ ഉള്ളിൽ എഴുതിയിരിക്കുന്നത്? യെസ്, സ്ട്രിങ് ആയിട്ടാണ്. അതായത് ഇൻവെർട്ടർ കോമ ഓപ്പൺ ചെയ്തിട്ട് വി ബോട്ട്, പിന്നെ കേളി ബ്രേസ്, വീണ്ടും കേളി ബ്രേസ്, ഒരു കോമ, കേളി ബ്രേസ് അല്ലേ, ആൻഡ് പെയ്ഡ് ആർ എസ്, വീണ്ടും ഒരു കേളി ബ്രേസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്തു. ശേഷം കോമയൊന്നും ഇടാതെ ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്തു അല്ലേ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്തു. എന്നിട്ട് നേരിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നീട് ഇവിടെ കാണാൻ പറ്റും ഡോട്ട് ഫോർമാറ്റ് അല്ലേ. എന്നിട്ട് അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അല്ലേ. അതിനുള്ളിൽ കുറച്ച് വാല്യൂസ് 10 ആപ്പിൾസ്, 12 ഓറഞ്ചസ്, പിന്നെ 214.25 എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ആക്കി. അവസാനം പ്രിന്റിന്റെ നമ്മൾ ഓപ്പൺ ചെയ്ത പ്രിന്റിന്റെ ബ്രാക്കറ്റ് ഉണ്ടല്ലോ, അതും ക്ലോസ് ചെയ്തു. ശരിയല്ലേ? അപ്പൊ ഇവിടെ എന്താണ് അതിന്റെ റിസൾട്ട് ആയിട്ട് പ്രിന്റ് ചെയ്തത്? വി ബോട്ട് 10 ആപ്പിൾസ്, 12 ഓറഞ്ചസ് ആൻഡ് പെയ്ഡ് RS 214.25, പിന്നെ ഒരു 4 0 ഉണ്ട് അല്ലേ. ഇത് ഇങ്ങോട്ട് എത്ര 0 ഒന്നും കുഴപ്പമില്ല. പൈത്തണിലെ ഡിഫോൾട്ട് ആയിട്ട് 6 ഡെസിമൽ പ്ലേസസ് വരുന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതങ്ങനെയാണല്ലോ നിങ്ങൾക്ക് ഊഹിക്കാം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് ഈ ഫോമിലേക്ക് വന്നത്? ഇങ്ങനെയല്ലല്ലോ മേലെ പ്രിന്റിന്റെ ഉള്ളിലുള്ളത്. നോക്കാം. വി ബോട്ട് ഒരു കേളി ബ്രേസ് ഉണ്ട് അല്ലേ, ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കേളി ബ്രേസുള്ള സ്ഥലത്താണ് വാല്യൂസ് വരിക. ഓക്കെ, നിങ്ങളിവിടെ ഡോട്ട് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ പാരാന്തസിസിൽ കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ കേളി ബ്രേസിലുള്ള സ്ഥലത്ത് പ്രിന്റ് ചെയ്യുമ്പോൾ വരുന്നത്. അത് മനസ്സിലായല്ലോ. അപ്പൊ വി ബോട്ട് ഫസ്റ്റ് പാരാന്തസിസിൽ ഫസ്റ്റ് വാല്യൂ 10 ആണല്ലോ. ഡോട്ട് ഫോർമാറ്റിന്റെ ബ്രാക്കറ്റിനുള്ള 10 അല്ലേ ഫസ്റ്റ് ഉള്ളത്. അപ്പൊ ഫസ്റ്റ് വി ബോട്ട് 10, അടുത്തതിൽ രണ്ടാമത്താണ് ആപ്പിൾസ്. സോ വി ബോട്ട് 10 ആപ്പിൾസ്, കോമ, അടുത്ത വീണ്ടും വാല്യൂ വരിക. എന്താ വരിക? മൂന്നാമത്തത് 1 2 മൂന്നാമത്തെ കേളി ബ്രേസ് ആണ്. അപ്പൊ ഇവിടെ 1 2 മൂന്നാമത്തെ വാല്യൂ 12. നാലാമത്തെ കേളി ബ്രേസ്, നാലാമത്താണ് ഇതിനകത്ത് ബ്രാക്കറ്റിലുള്ള ഓറഞ്ചസ്. സോ വി ബോട്ട് 10 ആപ്പിൾസ്, കോമ, 12 ഓറഞ്ചസ് ആൻഡ് പെയ്ഡ് RS, അടുത്താണ് 214.25. ബട്ട് ഡിഫോൾട്ട് ആയിട്ട് 6 സ്ഥാനം ഡെസിമൽ പ്ലേസിൽ വരേണ്ടത് കൊണ്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 0 എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് അല്ലെ, എക്സ്ട്രാ വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കോളൻ D, ഇത് ഏതാണ്, ഇൻറ്റീജർ ആണ് അല്ലേ, 10. പിന്നെ ഇവിടെ വരുന്ന ആപ്പിൾസ് ആണ്. അപ്പോൾ അതെന്താണ്, കോളൻ S, ദാറ്റ് ഈസ് ഫോർ സ്ട്രിങ്. വീണ്ടും 12, അത് ഇൻറ്റീജർ ആണ്, അത് സ്ട്രിങ്. അവസാനത്തെ വാല്യൂ ഒരു ഫ്ലോട്ടിംഗ് നമ്പർ ആണ് അല്ലേ. അപ്പോൾ കോളൻ F. അപ്പോൾ എന്താണ് പെർസെൻറ്റേജ്, അത് നമ്മുടെ മോഡൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നിടത്തുനിന്നും ഈ ഡോട്ട് ഫോർമാറ്റിലേക്ക് വരുമ്പോഴുള്ള മാറ്റം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എനി പ്രോബ്ലം? റൈറ്റ്. ഇനി എനിക്ക് പറയാനുള്ളത്, ഇതിനുള്ളിൽ ഈ കേളി ബ്രേസിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ കേളി ബ്രേസിന്റെ ഉള്ളിൽ ഒന്നും നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് ഫസ്റ്റ് വാല്യൂ ആണ് ഫസ്റ്റ് കേളി ബ്രേസിൽ വരുന്നത്. നിങ്ങൾക്ക് മാറ്റാം. എങ്ങനെ?
ഇവിടെ കാണിച്ചിട്ടുണ്ട്. കേളി ബ്രേസിൻ്റെ ഉള്ളിൽ 1 എന്ന് കൊടുത്തു. വി ഗോട്ട് കേളി ബ്രേസിൻ്റെ 1. അപ്പോൾ ഒന്നാമത്തെ വാല്യൂ ഡോട്ട് ഫോർമാറ്റ് കഴിഞ്ഞിട്ട് പാരാന്തസിൽ ഫസ്റ്റ് വാല്യൂ 10 ആണ്, അത് വരും. പിന്നെ 3 എന്നാണുള്ളത്. അപ്പൊ ഇതിൽ മൂന്നാമത്തത്. ഓക്കെ, സോറി, ഒരു ചെറിയൊരു മിസ്റ്റേക്ക്. അതായത് ഇതിൽ ഫസ്റ്റ് ആള് 0th പൊസിഷൻ ആണ്. ഓക്കെ, പിന്നെ 1 2 3 4 അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് 1 എന്ന് പറയുമ്പോൾ ആപ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ വി ബോട്ട് ആപ്പിൾസ് 3 0 1 2 3. അപ്പോൾ എന്താ വരിക? വി ബോട്ട് ആപ്പിൾസ് ഓറഞ്ചസ്, കോമ 2 പൊസിഷൻ 2. അതേതാ? 0 1 2 12 വരും അല്ലേ? 12 അടുത്ത 0 10. അപ്പോൾ എന്താ വരിക ശരിക്ക്? വി ബോട്ട് ആപ്പിൾസ് ഓറഞ്ചസ്, കോമ 12 പിന്നെ 10 ആൻഡ് പെയ്ഡ് RS പൊസിഷൻ 4th 0 1 2 3 4. അത് ആ പൈസ തന്നെ, ശരിയല്ലേ? അപ്പൊ എന്താ റിസൾട്ട് വരിക നോക്ക്? വി ബോട്ട് ആപ്പിൾസ് ഓറഞ്ചസ്, കോമ 12 പിന്നെന്താ 10. ഇവിടെ ശരിക്കും ഒരു കോമ ഇല്ല. ഓക്കെ, ആൻഡ് പേ ഇവിടെ കോമ ഇട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് ആൻഡ് പെയ്ഡ് RS 214.250000. ഓക്കെ, അപ്പൊ ഈ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം? പൊസിഷൻസ് പറഞ്ഞുകൊണ്ട് ആക്സസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, ക്ലിയർ? ഇനി ഒരുപാട് എന്താ പറയുക ഡിഫറെൻ്റ് മോഡിഫിക്കേഷൻസ് നമുക്കതിൽ വരുത്താം. അതൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. എനിവേ, നിങ്ങൾക്ക് അലൈൻമെന്റ് മാറ്റാൻ വേണ്ടിയിട്ട് 3 തരത്തിൽ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ കാണാം അല്ലേ? കേളി ബ്രേസ് കഴിഞ്ഞിട്ട് കോളൻ ഇട്ട് ഗ്രേറ്റർ ദാൻ. അപ്പോൾ അത് റൈറ്റ് അലൈൻ ചെയ്യപ്പെടും. ഡോട്ട് ഫോർമാറ്റിനുള്ളിൽ റൈറ്റ് അലൈൻ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഉണ്ട് അല്ലേ? ആ ടെക്സ്റ്റ് ശരിക്കും ഇവിടെയാണ് വരേണ്ടത് അല്ലേ? ഇത്രയും സ്പേസ് ഒഴിവാക്കി വലതു ഭാഗത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്? അലൈൻ ചെയ്തിട്ടുള്ളത്. അതേസമയം ഇവിടെ നോക്കൂ, ലെസ് ദാൻ സിമ്പിളാ, അത് ലെഫ്റ്റ് അലൈൻ ചെയ്യപ്പെടുകയോ ചെയ്യാം. നിങ്ങൾ ലെഫ്റ്റ് അലൈൻഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണ്. അവിടെ നിങ്ങൾക്ക് എന്ത് ടെക്സ്റ്റും കൊടുക്കാം. ആ ടെക്സ്റ്റ് എങ്ങോട്ട് അലൈൻ ചെയ്യപ്പെടും? ഇവിടെ ലെസ് ദാൻ എന്നുള്ള സിമ്പിൾ ആയതുകൊണ്ട് ഇടത് ഭാഗത്ത് അലൈൻ ചെയ്യപ്പെടും. ഓക്കെ, ഇനി നമ്മൾ കാൽക്കുലേറ്ററിലൊക്കെ റേസ് ടു അടിക്കുന്ന ഒരു സിമ്പിൾ ഓർമ്മയില്ലേ അല്ലേ? ആ സിമ്പിൾ ആണെങ്കിൽ എന്താണ്? സെന്റേർഡിനാണ്. അങ്ങനെ ടെക്സ്റ്റ് ഇതൊന്നും നമുക്ക് നേരത്തെ എവിടെ സാധ്യമായിരുന്നില്ല. നിങ്ങളുടെ മോഡൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ സാധ്യമായിരുന്നില്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് അത് സാധ്യമാണ്. എന്താണ്? ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, അതുപോലെ ഈ സെന്റേർഡിനുള്ള ഒരു സിമ്പിളും. ഓക്കെ, റൈറ്റ്. അതിന്റെ മുമ്പിൽ ഒരു സ്റ്റാർ കൊടുത്തപ്പോൾ കണ്ടോ നിങ്ങൾ? സെന്റേർഡിന്റെ അപ്പുറം സ്റ്റാർ വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത്രയും സ്ഥലത്ത്, ഇതിപ്പോ ഈ സ്ഥലത്തൊന്നും വന്നില്ല, സ്പേസ് ആണ്. സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പേസിൽ എന്ത് വരും? സ്റ്റാർ ഫില്ലായി വരും. ഓക്കെ, അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ ഫില്ല് ചെയ്യാം. റൈറ്റ്. ഇനി നമ്മൾ ഫിസിക്സുകാരെ സംബന്ധിച്ചിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇതാ ലാർജ് ഇൻറ്റീജർ വാല്യൂവിനെ പ്രിന്റ് ചെയ്യിക്കാനാണ്. ഇപ്പൊ v ഈക്വൽ ടു ഒരു വലിയ നമ്പർ ആണ് അല്ലേ? അത് ഞാൻ പ്രിന്റ് ചെയ്യിച്ചോളെ. പ്രിന്റ് കൊട്ടേഷൻ ഓപ്പൺ കേളി ബ്രേസിനുള്ളിൽ കോളം 0.2e എന്ന് കൊടുത്തു. ഓക്കെ, ഡോട്ട് എന്താണ്? ഫോർമാറ്റ് v. റിസൾട്ട് എന്താ? യെസ്, 1.2e ഇൻറ്റു e റേ അല്ലെ? e 09 എന്ന് പറഞ്ഞാൽ 10⁻9 അല്ലേ? അടുത്തത് 0.4 കൊടുക്കുമ്പോൾ 1.2345 എന്നിട്ടാണ് e പ്ലസ് 09 വരുന്നത്. അപ്പോൾ ഇവിടെ 0.2 കൊടുത്ത 2 പൊസിഷൻ ഡെസിമലിന് ശേഷം ഉണ്ടാവും അല്ലേ? 1.23 2 പൊസിഷൻ ഡെസിമൽ പോയിന്റ് ആയിട്ടുണ്ട്. ഓക്കെ, 2 decimal places are there. 0.4 കൊടുത്തപ്പോൾ 4 decimal places are there. ബാക്കി എന്ത് ചെയ്യും? 10⁻9 ആക്കി മാറ്റും. ശരിയല്ലേ? 1.23 into 10⁻9 എന്ന് പറഞ്ഞാൽ ഈ സംഖ്യ കിട്ടും. അപ്പോൾ 45 മിസ്സായേ, കാരണം ഇവിടെ 0.2 എന്ന് കൊടുത്തോണ്ടാ. ബട്ട് 0.4 കൊടുക്കുമ്പോൾ കുഴപ്പമില്ല, 1.2345 into 10⁻9 എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുക ഈ v എന്ന് പറയുന്ന സംഖ്യയല്ലേ? വലിയ നമ്പേഴ്സിനാ അങ്ങനെ എന്താ? ഇപ്പൊ ഇതിനെയാണെങ്കിൽ നമുക്ക് 1.2345 into 10⁻9 എഴുതാം. അത് ഇവിടെ എഴുതിയിട്ടുണ്ട് കറക്റ്റ്. ഇത് അല്ലെങ്കിൽ മുകളിലുള്ളത് ചെറിയ ഇയോ അല്ലെങ്കിൽ വലിയ ഇയോ കുഴപ്പമില്ല. റൈറ്റ്.
കാര്യം ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. റൈറ്റ്, നമുക്കിത് മിനിമൈസ് ചെയ്തിട്ട് അത് പറഞ്ഞാൽ പൈത്തൺ ഓപ്പൺ ചെയ്യാം. ശ്രദ്ധിക്കുക, പൈത്തണിന്റെ ഷെൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ഷെല്ല് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, എവിടെ പോകുന്നില്ല, പുതിയ ഫയൽ മോഡിലേക്ക് മാറുന്നില്ല. നമ്മൾ വലിയ പ്രോഗ്രാം ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ചെക്ക് ചെയ്യാൻ മാത്രമാണ് നോക്കുന്നത്. അതുകൊണ്ട് എനിക്കത് മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പ്രിന്റ്. ഓക്കെ, ഇത് പ്രിന്റിന്റെ സിന്റാക്സ് ആണ്. ഓക്കെ, ഇനി കൊട്ടേഷനിൽ വി ബോട്ട് കേളി ബ്രേസ് ഓപ്പൺ ആക്കി ക്ലോസ് ആക്കി. ഓക്കെ, സ്പേസ്, വീണ്ടും ഒരു കേളി ബ്രേസ് ഓപ്പൺ ക്ലോസ്, കറക്റ്റ് അല്ലേ? കോമ, വീണ്ടും ഒരു കേളി ബ്രേസ് ഓപ്പൺ ക്ലോസ്, ഒരു സ്പേസ് ഇട്ടിട്ട് ഒരു കേളി ബ്രേസ് ഓപ്പൺ ക്ലോസ്. ഓക്കെ, ആൻഡ് പെയ്ഡ് RS, വീണ്ടും വരുന്ന ഒരു കേളി ബ്രേസ് ഓപ്പൺ ക്ലോസ്. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഈ ഡോട്ട് ഫോർമാറ്റിന്റെ സിന്റാക്സ് എന്താണ്? ഒരു സ്ട്രിംഗ് ഫോർമാറ്റ് മുമ്പിലുണ്ട്, പിന്നെ അതിന് ശേഷം അല്ലേ അവിടെ ക്ലോസ് ചെയ്യണേ, ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യണം, അത്രയും കഴിഞ്ഞു. പിന്നെ ഡോട്ട് ഫോർമാറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അതിനുള്ളിൽ വാല്യൂസ് കൊടുക്കണം. എത്ര എണ്ണം? 1 2 3 4 5 വാല്യൂസ് അല്ലേ? നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ കൊടുക്കുന്നു 10, കോമ, അടുത്ത സ്ട്രിംഗ് ആണ് ആപ്പിൾസ്. ഓക്കെ, കോമ, അടുത്തത് സോറി അവിടെ ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യാൻ പറ്റും, കോമ 12, കോമ ഇൻവെർട്ടർ കോമ ഓപ്പൺ ഓറഞ്ചസ്, ഇൻവെർട്ടർ കോമ ക്ലോസ്. ഓക്കെ, താഴെ വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണേ, അവിടെ നീട്ടി കാണിക്കണം, ഇത് ഇങ്ങോട്ട് വലിച്ചാൽ മതി, വേറൊന്നുമില്ല. ഓക്കെ, കോമ ഇപ്പം എത്ര എണ്ണായി? 4 എണ്ണായില്ലേ? ലാസ്റ്റ് RS അല്ലേ, പൈസ വരേണ്ട ഭാഗമാണ്. എത്രയാ? 214.25. ക്ലിയർ അല്ലേ? നമുക്കിത് എൻ്റർ അടിച്ച് നോക്കാം. അപ്പം അത് പ്രിൻ്റായി വരും, നോക്കാം. We bought 10 apples, 12 oranges and paid RS 214.25. കറക്റ്റ് ആണ്. ഓരോ കേളി ബ്രേസിന്റെ അടുത്തും ഈ ഡോട്ട് ഫോർമാറ്റിന്റെ ബ്രാക്കറ്റിലുള്ള ഓരോ വാല്യൂസ് പോയി അല്ലേ? നിങ്ങളോട് നമുക്ക് വേണമെങ്കിൽ നമ്പർ കൊടുത്തിട്ട് എങ്ങനെ ആക്സസ് ചെയ്യാൻ നോക്കാം. Ctrl+C, Ctrl+V. ഓക്കെ, അയ്യോ എന്നോട് റിസൾട്ടും കൂടെ എന്തായിപ്പോയി, കോപ്പി ആയിപ്പോയി. അതായത് ഈ അടിയത്തെ വി ബോട്ട് എന്നെല്ലാം കൂടെ കോപ്പി ആയി വന്നതിനെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഓക്കെ, ഇത് മാത്രമായിരുന്നു അത് കോപ്പി ചെയ്തപ്പോൾ അവർക്കും പറ്റിയത്. Ctrl+C, Ctrl+V. ഓക്കെ, ഞാൻ ഇനി ഇവിടെ പൊസിഷൻ പറയുന്നു. അതായത് വി ബോട്ട് ആപ്പിൾസ്, പിന്നെ ഇവിടെ കോമ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഓറഞ്ചസ് വരണം വിചാരിക്കുക. അപ്പോൾ 0 1 2 3 ആണ്. പിന്നെ വി ബോട്ട് ഓറഞ്ചസ് കോമ ആപ്പിൾസിന് വരണം. ആപ്പിൾസ് എത്ര എത്തിയ? 0 1. അപ്പോൾ 1 കൊടുത്തു. ഓക്കെ, റൈറ്റ്. ഇവിടെ എന്താണ്, ഒരു സ്പേസ് ഇട്ടിട്ട് എത്ര നമ്പറാന്ന് വരണം. ഓക്കെ, ആദ്യം ഓറഞ്ചസിന്റെ നമ്പർ, അതായത് 12 വരണം വിചാരിക്കുക. 12 എത്ര എത്തിയ? 0 1 2. അടുത്ത 10 വരണം, അത് 0 ആണ്, അപ്പോൾ ഇവിടെ 0. ഇനി ലാസ്റ്റത്തത്, അതായത് അത് 4 ആണ്. ഓക്കെ, ഇനി ഒന്ന് ചെയ്ത് നോക്കാം. വി ബോട്ട് ഓറഞ്ചസ് ആപ്പിൾസ് 12 10 ആൻഡ് പെയ്ഡ് 214.25. കറക്റ്റ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന പൊസിഷനുള്ള വാല്യൂസ് ആണ് ഈ കേളി ബ്രേസിന്റെ സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? പ്രോബ്ലം? റൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഇവിടെ ഇതിനുള്ളിൽ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാം അല്ലെ, എങ്ങനെ :D അല്ലെ :S, ഏത് ഇൻറ്റീജർ ആണോ സ്ട്രിംഗ് ആണോ എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു. റൈറ്റ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്
ഒരു വലിയ വാല്യൂ വി ഈക്വൽ ടു 1 2 3 4 5 ഓക്കെ, കുറേ സീറോസ്, റൈറ്റ്, ഒരു വലിയൊരു സംഖ്യ ഞാൻ എന്നെ പ്രിന്റ് ചെയ്തേക്കണേ. പ്രിന്റ് ബ്രാക്കറ്റ് ഓപ്പൺ, നമ്മളെ കൊട്ടേഷൻ ഓപ്പൺ ചെയ്തിട്ട് കേളി ബ്രേസ് ഓപ്പൺ ചെയ്തു. ഓക്കെ, നിങ്ങൾ അപ്പം തന്നെ കേളി ബ്രേസ് ക്ലോസും ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ബാക്കി കാര്യങ്ങൾ ടൈപ്പ് ചെയ്യാം. എന്താ വരേണ്ടത് ഞാൻ പറഞ്ഞു. എന്താണ് സിൻടാക്സ്? കോളൻ ഇടുക, അതിനുശേഷം ഡെസിമൽ പ്ലേസസ് എത്ര വേണം? 2 ആണെങ്കിൽ പോയിന്റ്, പക്ഷെ 2 ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ 4 5 മിസ്സാവും. നമുക്ക് 4 കൊടുക്കാം, 0.4 എന്ന് കൊടുക്കാം. ഓക്കെ, 0.4 ഇ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ കൊട്ടേഷൻ ക്ലോസ് ചെയ്യാം. ഡോട്ട് ഫോർമാറ്റ് ഏതാണ്? വി അല്ലെ? ഏത് ലെറ്റർ ആ പ്രിന്റ് ആവേണ്ടത്? ഏത് ലെറ്റർ അല്ല, ഏത് വേരിയബിൾ ആണ്? വിയിലല്ലേ നമ്മൾ നമ്പർ സേവ് ആക്കിയിരിക്കുന്നത്. അപ്പൊ ആ വിയിലെ നമ്പർ ആണ് പ്രിന്റ് ആവേണ്ടത്. അതുകൊണ്ട് ഡോട്ട് ഫോർമാറ്റ് വി. വാവ്, 1.2345 എത്രയാണ്? 9. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇതിനെ പല രീതിയിലൊന്ന് മാറ്റി നോക്കാം. ഞാൻ കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യും. ഇവിടെ ഒരു 2 കൊടുക്കുന്നു. ഇനി ഒന്ന് എൻ്റർ അടിച്ച് നോക്കാം. എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ? നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 5 കൊടുത്ത് നോക്കാം. ജസ്റ്റ് 5.2 എന്താ സംഭവിക്കാൻ നോക്കാമല്ലോ. ഓക്കെ, എന്താ സംഭവിച്ചത്? ഇവിടെ 0.2 ആയതുകൊണ്ട് 2 സ്ഥാനമേ വന്നിട്ടുള്ളൂ അല്ലേ? റൈറ്റ്. ഇനി വീണ്ടും പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ 4 തന്നെ, ഇവിടെ ഞാൻ 11 കൊടുക്കുന്നു. എന്താ സംഭവിച്ചേ? എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എന്താ മാറ്റം? ഇവിടെ എത്ര നമ്പേഴ്സ് ഉണ്ടാകെ? 1 2 3 4 5 6 7 8 9 10 അല്ലേ? ഞാൻ 10ന് മേലെയുള്ള സംഖ്യയാണ് മുമ്പ് കൊടുത്തത്. അപ്പോൾ ഒരു സ്ഥാനം മുമ്പിൽ എക്സ്ട്രാ വന്നു. ഓക്കെ, മനസ്സിലായോ? ബാക്കി 0.4 ഉള്ളതുകൊണ്ട് 4 സ്ഥാനം ഡെസിമൽ പ്ലേസിൽ വന്നു. കറക്റ്റ് അല്ലേ? അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെ ഫോർമാറ്റ് നടത്താം എന്നൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലായി. ഓക്കെ, ഇനിയും ഒരുപാട് രീതിയിൽ അല്ലേ അലൈൻമെന്റ് ഒക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം. റൈറ്റ്. അപ്പൊ ഇത്രയുമാണ് എന്തെന്ന് ഇതിനകത്ത് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഡോട്ട് ഫോർമാറ്റ് മെത്തേഡിൽ, സ്ട്രിംഗ് ഡോട്ട് ഫോർമാറ്റ് ആ മെത്തേഡിൽ ചെയ്യാം. ഓക്കെ, അത് ചെയ്ത് നോക്കുക. നമുക്ക് ആവശ്യമനുസരിച്ചാണ് നമ്മൾ ചെയ്യാം. അത് വേറെ കാര്യം. നമുക്ക് 2ാമത്തെയും 3ാമത്തെയൊക്കെ മൊഡ്യൂൾസിൽ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യാനുള്ളതാണ്. അവിടെ ആവശ്യമനുസരിച്ച് നമ്മൾ എന്തായിക്കൊള്ളുക, ചെയ്തോളുക. ഓക്കെ, സോ വേറെ കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. സോ താങ്ക് യു.